എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വാത്സല്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിന് ഒഴിക്കാനൊരു തോരൻ വെക്കാം. പയറും ഓമയ്ക്കായും കൂടാണ് തോരൻ വെക്കുന്നത്. പയർ പുഴുങ്ങി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഓമയ്ക്ക നമുക്കൊന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കാം. ഓമയ്ക്ക നമുക്കിവിടെ അരിഞ്ഞെടുക്കാമേ ചെറുതായിട്ട്. ഓമയ്ക്ക അരിഞ്ഞു വെച്ചു. ഇനി നമുക്ക് അതിനൊരു അരപ്പുണ്ടാക്കാം. ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, പിന്നെ ആവശ്യത്തിന് ഒരു 2 പിടി തേങ്ങ. ഇത്രയും ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാമേ. ഇനി പാത്രത്തിൽ എണ്ണ ചൂടായി. എണ്ണ ചൂടായപ്പം ഇച്ചിരി കടുക് ഇടാം. കടുകിൻ്റെ കൂടെ നമ്മൾ ചതച്ച് വെച്ചതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാമേ. നമ്മൾ അരിഞ്ഞു വെച്ച ഓമയ്ക്ക ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. വെള്ളം പറ്റിച്ചെടുക്കുക. ആവശ്യത്തിന് നമുക്ക് ഉപ്പുനീരൊഴിച്ച് കൊടുക്കുക. പയറിനകത്ത് ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയ ഉപ്പ് മാത്രം ഇട്ടാൽ മതി. നമ്മൾ മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് വേവിച്ച് വെച്ച ചെറുപയർ എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒതുക്കിയെടുക്കുക. ഒന്ന് അടച്ചു വെക്കാം ഒരു ആവി കയറാൻ. തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വേകാനായിട്ട് ഒന്ന് ആവി കയറിയാൽ മതി. കരിയാപ്പിലയും കൂടിയിട്ട് നമുക്കൊന്ന് ഇളക്കി വെള്ളം തോർത്തിയെടുക്കാം. വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തോരൻ റെഡിയായി. ഇത് പാത്രത്തിലോട്ട് നമുക്ക് വിളമ്പിയെടുക്കാമേ. ചോറിന് തോരനാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചെറുപയറെന്ന് പറഞ്ഞാൽ ഓമയ്ക്കൊക്കെ ആരോഗ്യത്തിന് നല്ല സാധനങ്ങളാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ.